നീ എന്തോന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയത്? പാട്ട് പൊന്നനതാ ഇങ്ങനെയൊന്നും പാടരുത് കേട്ടോ, ആൾക്കാരിറങ്ങി ഓടും. പാടിയത് എടാ ഇത് എന്തോന്നടാ നീ പാടി വെച്ചേക്കുന്നത്? നീ പാടിയാന്ന് കേട്ടിട്ട് എനിക്ക് നിന്റെ മുമ്പ് ഒന്നും പാടാ. പാട്ടിനെ കുറിച്ച് എന്തിനറിയാ? എടാ ഞാൻ 10 വർഷം പാട്ട് പഠിച്ചതാ. 10 വർഷമോ? പാടിയ എനിക്ക് നിന്റെ മുമ്പ് പാടേണ്ട ആവശ്യമില്ല. ഇല്ല അതൊക്കെ പോട്ട്. നീ കഴിഞ്ഞ റീലില് ഒരു BGM ഇട്ടില്ല, ഇത്തിരി പാട്ടത്. BGM വേറെ പാട്ട് വേറെ മൊണ്ണേ. ഓട്ടോട്ടോണില്ലാതെ നീ പാടോടാ. നീ പാടും ഓട്ടോട്ടോണി അല്ലാതെ നീ പാടോ? ഞാൻ പാടും പക്ഷെ നിന്റെ മുമ്പ് ഞാൻ പാടത്തില്ല. പാടത്തില്ല, നീ പോടാ. നിങ്ങളൊക്കെ പാട്ടിട്ട് നമ്മള് പാടുവിടുക കുറെ ഉണ്ട്. ഇവനൊന്നും അറിയത്തില്ല. നിനക്കൊക്കെ രണ്ടെണ്ണം അറിഞ്ഞൂടാ. അതെ ഒരു ന്യായാധിപനെ പോലെ ഇതിനൊരു തീരുമാനം പറഞ്ഞാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അന്താക്ഷരി കളിക്കാം. ടഫ് മത്സരമാണ്. മലയാളം പാട്ട് മാത്രം മതി. അത് അറബൊക്കെ അറിയായിരുന്നു. മലയാളം മാത്രം പറ്റത്തില്ല. അല്ലെ മലയാളം മാത്രം മതി. അപ്പം ഒരക്ഷരം അറിഞ്ഞൂടെങ്കിൽ മങ്കി കളിക്കാം. മങ്കിയാക്കും. ഓക്കെ, അങ്ങനെ കളിക്കാം. സെലക്ഷൻ തുടങ്ങിക്കോ. ഇല്ല, നിങ്ങളല്ലേ പാട്ട് തുടങ്ങിക്കോ. അല്ല ഇവൻ തുടങ്ങട്ടെ. ഗായത്രി തുടങ്ങണമെന്നൊരു കൈ വയ്ക്കും. അവനെ തുടങ്ങി. ബേസ് വേണോ അതോ കുറച്ചും കൂടി സൗണ്ട് കേട്ടാ അത്ര ആഴക്കടലിന്റെ അങ്ങേക്കരയിലെ നീരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ കിടക്കുന്ന മുത്തമ്മ മഴയിൽ കറ്റടിച്ച് വയ്ക്കാതെടി. എന്നോടല്ല അവിടെ പോയി. ലാസ്റ്റ് അക്ഷരാണ് പറയുന്നത്. അല്ലല്ല, വാക്കാണ്. വനം പോലെ വനം മാത്രം ദാനം മാത്രം. പാട്ടുണ്ട്. 1 2 3 മലയാളി മാമ. രണ്ടാമത്തെ കാതൽ പെട്ട് ഇല്ല. പെട്ട് പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു. ഈ പാട് അതൊക്കെയുണ്ട്. ടൈമൊക്കെ ഉണ്ട്. പിന്നെ മങ്കി കളിക്കണ്ടേ? മങ്കിയല്ലേ നമ്മള് കളിക്കുന്നേ? 1 ഗായത്രി വിശ്വച്ചാൻ എമ്മായെ പറഞ്ഞു കൊടുത്തു. ഇത് കള്ളക്കളി. ഇത് പാസ്സായി. പറഞ്ഞു കൊടുത്തേന്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് എമ്മില്ല. ഇപ്പൊ പാടിയ പാട്ടിന്റെ ഇത് പറ. ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികളോ വരുവാനില്ലാരും അറിയാമതെന്നാണും എല്ലാം എല്ലാം ആയാ 1 2 3 അതെ. ഏത് പാട്ട് തുടക്കം ആ പാട്ടിന്റെ പാടണം. ഇതൊരു പാട്ട് അത്തിമരുത്തം ഒരു വരി എങ്ങനെ പാടണം? അത്തിമരുത്തം 1
അടുത്ത പാട്ടാണ്. വേറെ ആഴ്ച പാടിയാ പോയി. പെട്ടെന്ന് കേട്ട്. ഇത് ഒരു എപ്പിസോഡൊന്നും ഇല്ല. 8, 9, 10 M തീർന്നു. നീ പാടാ. പാടായി. എല്ലാരും കൂടെ പാടുന്നത് ഞാൻ പാടാം. അല്ല അതിന് പാട്ട പാടും. ഇല്ല ഈ ആജമായ കാണാതെ ആയാണ് ചോദിച്ചത്. പിന്നെ ഇത് പായില്ല തുടങ്ങുന്നത് ആരോരും അല്ല ആ അതില് വരുന്ന ഒറ്റ അങ്ങനെ എന്തോടാ പാടാ? കാ വന്നാ കേ കൂവാ. ഓക്കെ. ആരോരും കാണാതെ ആരോമൽ മുല്ല പിന്നെയും പൂത്തിരുന്നു. എന്റെ അടുത്തല്ല അവിടെ പറ. മധുരം ജീവാമൃതബിന്ദു. ബാലേട്ട 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 ബം 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 ബം. ഒന്ന് അല്ല മറ്റേ അതിലെ പാട്ട് ഞാൻ പറഞ്ഞതാ. ഹമ്മിങ് ഒന്നും പാടാൻ പറ്റൂല. ഉണ്ട് ഹമ്മിങ് ഒന്നും പാടാൻ പറ്റൂല. ഹമ്മിങ് അല്ല ആ പാട്ട് മറ്റേ 4, 5 വെടികിട്ട് കാര്യം എമ്മോ ആ ബാവാട്. ബാ പാട്. ഒന്ന് ഇല്ല സമയം തീർന്ന്. 2, 3, 4, 5 തീർന്ന്. 6, 7, 8 ബാബു ബോയ്സ് ബാബു ബാബു ബോയ്സ് ബാബു ഒന്ന് ഞാൻ പാടി തുടങ്ങട്ടെ. 1, 2, 3, 4, 5, 6, 7, 8 9 ബാഹുബലി ഭയമെன்று പായും പൂലി. തമിഴായി ഭയമില്ലാതെ പായും പൂലി. തീർന്നില്ലേ പ്രശ്നം നിനക്ക്? 17ന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? എള്ളോളം ആൽബം. എന്തിനു വേറൊരു സൂര്യോദയം നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. അല്ലേ അല്ലേ ഓ അങ്ങനെയാ പാടുന്നുണ്ട്. പൊന്നുഷ സന്ധ്യ മലയാളമാണ്. മലയാളം അല്ലാതെ പാട്ടാണ്. നീ ഇവിടെ പാടിക്കോ. സന്ധിക്കെന്തിനു സിന്ദൂര കടടാ സന്ധിക്കെന്തിന് വൈഡൂര്യം വാ പെട്ട്. 1, 2, 3, 10 മിനിറ്റ് 6, 7, 8 വാ വാ താമര പെണ്ണേ നീ എൻ പുങ്കരല്ലേ കൂടെ കുളിച്ചാൽ കളിക്കാം. വാ ഒന്ന് മനോരഞ്ജിനി സുരഞ്ജിനി സൂപ്പർ സുര സുന്ദരി സുന്ദരിയേ വാ സാഗരങ്ങളെ പാടി ഉണർത്തിയ സമഗീതമേ സമസംഗീതമേ സാ സമ്മതിക്കുന്നില്ലല്ലോ. രണ്ട് 3, 4, 5 സംഗീതമേ അമര സലാപമേ സംഗീതമേ അമര സലാപമേ അടുത്ത സദ്യ 1, 2, 3, 4, 5,
ഇല്ല എനിക്ക് ഫിസിക്കലായിട്ടുള്ള കാര്യം നമുക്ക് രണ്ടത് പരിജ്ഞാനമുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല. ചക്ക വീണ് മുയല് ചേർത്ത് അത്രേ ഉള്ളൂ. 5 തവണ ചക്ക കൊണ്ട് നിന്റെ മൂലത്തിലല്ലേ എനിക്ക് മുയലില്ല. നമ്മളൊക്കെ മോയിലെ കൊണ്ടല്ലേ നടക്കുന്നത്. മതി. അപ്പൊ ഡേ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഗെയിം ഒക്കെ അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ കപ്പിത്ത ഗെയിമിനായിട്ട് നമ്മളൊരു ഗെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് ഈ ട്യൂബ് കണ്ടോ, ഇവിടെ 2 ലൈൻ കണ്ടോ? ഈ ട്യൂബ് ഈ അവിടെ നിൽക്കും നമ്മള്. അവിടെ നിന്നിട്ട് ഈ ട്യൂബ് നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോകരുത്, അവിടെ നിന്ന് ഇങ്ങനെ എറിയണം. അവിടെ നിന്ന് ഉരുട്ടി വിടണം. ഉരുട്ടി വിട്ട് ഈ സാധനം കണ്ടോ, ഇത് തറയിൽ വീഴണം. തറയിൽ വീഴണം, മനസ്സിലായോ? അത് തട്ടിയിടണം. ഒരാൾക്ക് 5 ചാൻസ് ഉണ്ട്. അപ്പൊ 5 ചാൻസിനുള്ളിൽ എത്ര വേഗം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എടാ ഈ സാധനം വെച്ചേക്കുന്ന എന്തിനെന്നറിയാമോ? അതായത് അപ്പുറത്തോ ഇപ്പുറത്തോ പോയാ അത് ഫൗള്, മനസ്സിലായോ? ഈ മണ്ണേ തറക്കടത്ത് ഉരുട്ടിട്ട് പുറം മൊത്തം മണ്ണ് കാര്യം മനസ്സിലായില്ല, ആരും മനസ്സിലായില്ല. ഇത്രേ ഉള്ളൂ. 5 ചാൻസ് ആണ് ഒരാൾക്കുള്ളത്. അപ്പം ഈ 5 ചാൻസിൽ ഇപ്പൊ 3 പ്രാവശ്യം ഒരാളിട്ട് 2 പ്രാവശ്യം ഒരാളിട്ട് അങ്ങനെയൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ഇടുന്ന ആള് ജയിക്കും. ആദ്യം എവിനാണ് പോട്ടെ. നിനക്ക് പണ്ടേ അയ്യേ പോള് കാറ്റടിച്ച് വീണത്. 2 ചാൻസ് ആയി. റോളിംഗ് ആക്ഷൻ. സൂപ്പർ. അടുത്ത ആനന്ദൻ. സിമ്പിള്. എന്റെ ചാത്തമാരെ കാത്തോളണേ എടുത്തെറിയുന്ന അനന്താ അനന്തന്റെ ലക്ഷ്യം ക്യാമറയാണ്. അടുത്തത് വിശാൽ മെഷീൻ. ഇവൻ കുറെ പഞ്ചറൊട്ടിച്ച പരിചയമുണ്ട്. റെഡിയാണോ? 1 2 3 സ്റ്റാർട്ട്. ഏതോ ലക്കിലടിച്ചിട്ടെ. ഇതും ലക്കായിരിക്കും. ഇതെങ്ങനെയാണ് ഇത്? നീ ടയറുകളിൽ തന്നെ നിനക്ക് ജോലി. പണ്ടത്തെ പേരെന്ന് അറിയാമോ? ടയർ ഇത് പോയാ അത് ചുട്ടാ. ഇനി ഒന്നും വീഴൂല, പേടിക്കണ്ട. ഇനി ഒന്നും വീഴൂല എനക്ക്. വീഴുവാണോ? ഇല്ല. നീ കഴിഞ്ഞടാ, നീ തീർന്നടാ. നീ തീർന്നടാ. പക്ഷെ ഈ കപ്പിത്താൻ നീ ഈ താളം വിട്ട് അങ്ങോട്ട്.
തൊട്ടിലെ നേരത്തെ അത് പോവാൻ വേണ്ടി നീ നമ്മളെ മേലാക്കാലോ. ഇത് പോയാൽ നീയൊക്കെയാണ് കാരണം കേട്ടോ. ഞാൻ മുതലും തുടങ്ങരുത്, എന്റെ ഭാഗ്യം പോവും. അല്ലെങ്കിൽ ഭാഗ്യം. ഓ ഇത് ഏത് ഭാഗ്യം? ഭാഗ്യം വേറെ വഴിയല്ലേ പോയത്. ഇനിയിപ്പോ നടക്കൂലല്ലേ, ചെയ്തോ. സ്പോർട്സ്മാൻ സ്പിരിറ്റിലെങ്കിൽ ചെയ്യും. ഇനി എന്നെ തിരിഞ്ഞു നിന്ന്. ലാസ്റ്റ് ചാൻസ്. കൊറേ മണ്ടത്തരം പൊട്ടം പോയത് ഓരോന്ന് കാണിക്കും ഓരോരുത്തം. എന്തായാലും ജയിക്കൂലെന്ന് മനസ്സിലായി. ഇത് അദ്ദേഹം തന്നെ കപ്പിത്താ, നീ കളിച്ചോ. അവളിടും അവൾക്ക് ഭയങ്കര മുന്നിലാണ്. ഇപ്പൊ നോക്കിയോ അറിഞ്ഞൂടാ. നമ്മളെന്തൊരു പണ്ടിതല്ലേ ഒന്ന് തട്ടി വീട്, ആന ഉരുട്ടി വീട്. അങ്ങനെ ഇട്ട കാര്യമുണ്ട്, ഇങ്ങനെ തട്ടടി. മഞ്ഞ വരെയെന്ന് പറഞ്ഞാൽ മഞ്ഞ പണ്ട് ഇതായിരുന്നു, അവിടെ തേപ്പായിരുന്ന കറക്റ്റാവളും. പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ക്യാമറ വന്നേ. അപ്പം ഈ ഗെയിമിൽ വിജയിച്ചിട്ടുള്ളത് വിശാൽ മെഷീൻ അദ്വൈതേട്ടൻ. അപ്പൊ എന്റെ ചലഞ്ച് ഗെയിമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ടയറിട്ട് കിട്ടിയ ഗെയിമാണ്. ഒരു വെറൈറ്റി ഗെയിമാണ്. എന്തൊരു ഒരു ഓഫ് ഒന്ന് വല്ലതും ജയിച്ചാ? ഒന്നും ജയിച്ചില്ലല്ലോ. ഏത് എനിക്കൊരു ഓർമ്മയില്ല. അപ്പൊ ഈ ഗെയിം എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഗെയിമാണ്. ഈ കപ്പുകളുണ്ടോ, ഇതിന്റെ അടിയിൽ ഓരോ നമ്പർ ആണ്. 1 2 3 4 അങ്ങനെ നമ്പറാണ്. അപ്പൊ നമ്മൾ ഈ കപ്പ് എടുത്ത് തിരിച്ചു വെക്കുമ്പോൾ ഇവിടെ 1 ആണ് വരുന്നതെങ്കിൽ അടുത്ത കപ്പ് വാങ്ങിക്കണം. മനസ്സിലായില്ല? വെക്കണം. അപ്പൊ ഇവിടെ 1, നെക്സ്റ്റ് നീ എടുക്കുന്ന കപ്പ് ഏത് 2 ആണെങ്കിൽ നിനക്ക് അടുത്ത കപ്പ് എടുക്കാം. 3 മനസ്സിലായി. കപ്പ് എടുത്ത് ഇപ്പൊ എന്തിയാ ഒന്ന് കപ്പ് ഫസ്റ്റ് 1 വെച്ച് നെക്സ്റ്റ് കപ്പ് അടുത്തത് 7 ആണ് വെച്ചെങ്കിൽ ഔട്ടായി. വീണ്ടും തിരിച്ചു വെച്ചിട്ട് ടീം ആകണം. ഇപ്പൊ ഞാൻ നീയാണ് ടീമെങ്കിൽ 1 എടുത്ത് വെച്ചേ, കമത്തി വെച്ചേ. അപ്പൊ ഞാൻ 2 വെച്ച്, അപ്പൊ എനിക്ക് 3 ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ വെക്കുന്നത് 3 അല്ല, ഇപ്പൊ 4 ആയി പോയി. ഞാൻ ഔട്ട്. വെച്ചിട്ട് അങ്ങനെ കളിച്ച് ഒരു ടൈം 2 പേരാണ് കളിക്കുന്നത്. ഞാൻ ചൂസ് ചെയ്യുന്ന 2 പേര് കളിക്കും. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ വരെ ഈ നമ്പർ എല്ലാം കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ആരാണോ അവർ ജയിക്കും. ഇത് മെമ്മറി ഗെയിമാണ്. നീ ഇപ്പൊ ഇത് വെച്ചത് ഓർത്ത് വെക്കണം, ഏതാണ് പൊസിഷൻ. ഓർമ്മയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ പരിപാടിയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. നീ ഇങ്ങനെ മാറ്റിയാ നല്ലോണം. അല്ല, ഇതെന്തായാലും ചെയ്യും, ഷഫിൾ ചെയ്യും. ആദ്യം വരുന്നത് സെലക്ഷനും ആനന്ദനും, പിന്നെ ഗായത്രിയും എബിനും. അപ്പൊ തുടങ്ങല്ലേ? പിന്നെ ഷഫിൾ ചെയ്യണം. പിന്നെ ഷഫിൾ ചെയ്യുന്ന പോരാഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് നോക്കാൻ പാടില്ല. എടുത്താ സാധനം എടുക്കണം. എവിടെ എടുക്കണം? തിരിച്ചെടുക്കണം. തിരിച്ച് അല്ല, എടുത്താ തിരിച്ച് കറക്റ്റ് വെക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. മറ്റേ വെയിലടിക്കുമ്പോൾ ഉള്ള ട്രിക്ക് പറ്റൂല. താഴെ നോക്കിയാണ് അതിന്റെ അടിയിൽ. ആദ്യം ആരൊക്കെ പോട്ടെന്ന് പറയട്ടാ? നിങ്ങൾ പോ. എല്ലാം പറഞ്ഞല്ലേ, എടുത്തു. ആദ്യം സെലക്ഷൻ തുടങ്ങിക്കോ. ആനന്ദ ഒരു കില്ലേടി തന്നെ. വെച്ചോ. തൊടുന്നല്ല, പൊന്നാക്കി ആനന്ദൻ. ഇപ്പൊ തലകരണം ജയിക്കുമല്ലോടാ. ഇവളിപ്പല്ലേ 1 2 3 4 5. അവള് പലതും പറയാം. ഭ്രാന്ത്. മെമ്മറി ചെയ്യുന്ന അവന്റെ മെമ്മറിയാണോ നിങ്ങളെ മെമ്മറിയാണോ? 3. നീ വേറെ അങ്ങനൊക്കെ കാണിച്ചു തരാം. ഇത് ബാക്കിയുള്ളവരെ മെമ്മറി ചോദിച്ചിട്ട് എന്തിനായിരുന്നു?
നാണം കെട്ട കളി. ഇത് എന്നെ തോപ്പിക്കാൻ വേണ്ടി മര്യാദ കളി ചെയ്യിക്കണ. അപ്പൊ അടുത്ത ആരൊക്കെ ഇരുന്ന് ഗായത്രിയും ഇവരുണ്ടല്ലോ. അത് എവിൻ തുടങ്ങും. അത് ആദ്യം തുടങ്ങി ഞാൻ പറയണ്ടേ? നീ ഒന്ന് ഏവിനാണ് തുടങ്ങിക്കോ. സെലക്ഷൻ സന്തോഷമാണ്, എന്റെ സന്തോഷം. നീയല്ല അവൻ. നീ കളിച്ചു. ഒന്നെടുത്ത് പോയി. അത് തന്നെ. തിരിച്ച് ഒന്ന് കറക്റ്റ് തന്നെ. ഓ അതല്ല, ആദ്യം ഒന്നെടുത്ത് പോയി മണ്ണേ. എവിടെയെങ്കിലും പോയാണ്. അത് തന്നെ എടുത്ത് പോയി. അതല്ല അതിന് ചെയ്. അത് തന്നെ ആദ്യം എടുത്തത്. എടുത്തോളൂ. ഒന്ന് രണ്ട് ഇവിടെ മൂളെന്തെങ്കിലും കേളടേ ഒന്ന്. ഒന്ന് രണ്ട്. അയ്യോ അതിനെ അല്ല നേരത്തെ എടുത്തത്. അടുക്ക്. ഒന്ന് രണ്ട്. നമ്മളെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇജാതി ഷബിളാണ് ഷബിളിരിക്കുന്നത്. ഒന്ന് രണ്ട്. ഒന്ന് രണ്ട്. അപ്പൊ അത് തന്നെ. അതാരും തന്നെ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇതാണ് എടുക്കാറുള്ളത്. ഒന്ന് രണ്ട്. മൂന്നില്ലേ ഭഗവാന്? രണ്ട്. മൂന്ന്. അപ്പുറത്തെ അഞ്ച്. എടുത്താ പിന്നെ എടുത്താ തൊട്ടാ പിന്നെ എടുക്കണം. എനിക്ക് കിട്ടി. 6 7. നേരത്തെ പോലും അവര് കണ്ടോട്ട് നേരെ തെറ്റിച്ച ആൾക്കാരാണ്. പിന്നെ ഇത്രയും കണ്ടോ. അപ്പൊ കമോൺ കപ്പിത്താൻ. നിങ്ങളെ സന്തോഷം തീർന്നല്ലോ. ഇനി എന്റെ സന്തോഷം. സന്തോഷം. ഓക്കെ. ഹേ തരട്ടാ 2 പൊറാട്ട. മുറ്റി നിൽക്കുകയാണ്. അയ്യോ പിന്നെ ഇവനാണ് ഒറ്റയാണ് പോരാട്ടം. അത് അത് പോയി. 2. നേരത്തെ ഒന്ന് കിട്ടിയോണ്ട് നമുക്ക് ഭാഗ്യമായി കേട്ടോ. എല്ലാം പഠിച്ചില്ല. 1. അത് തന്നെ. ഇത് ലോ കള്ളത്തരോ? അതേ കളിച്ചോ? അപ്പൊ തന്നെ പറക്കി വെക്കണം, അല്ലെങ്കിൽ അവന് ഓർത്തറിയാൻ പറ്റും. വേണ്ട. 1 2 3. രണ്ട്. കളി 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 നിനക്ക് അറിഞ്ഞുകൂടിയത്. 1 2 3 4 5 കിട്ടി. അത് തന്നെ നമ്മൾ ടീം തന്നെ. അപ്പൊ ഇന്നത്തെ പരിപാടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഗെയിമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഇന്നത്തെ അടിയെ കഴിഞ്ഞു, ഇന്നത്തെ ഗെയിമൊക്കെ കഴിഞ്ഞു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കിട്ടുന്ന ഗെയിമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് സീ യു, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.